ഹായ് എവരി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഡേ 2 പട്ടായയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഡേ 2 നൂനൂജ് ഗാർഡനിലേക്കാണ് പോയത്. അതൊരു ഭയങ്കര വലിയൊരു ഗാർഡനാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നടന്ന് കാണാൻ പറ്റില്ല. ഇതുപോലൊരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ ടൈപ്പ് ഓഫ് പ്ലാന്റ്സും പിന്നെ കുറേ ഡൈനോസേഴ്സിനെയും കുറേ മൃഗങ്ങളൊക്കെ അവർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാക്ടസും പല വെറൈറ്റി ഓഫ് ക്യാക്ടസ് ഉണ്ട് അവിടെ. അപ്പോൾ അത് ഭയങ്കര വലിയൊരു ഏരിയയിലുള്ളൊരു ഗാർഡനാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ അതിങ്ങനെ ചുറ്റിക്കറങ്ങി കാണണം. ഈ വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോയി അത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു എലിഫൻറ്റ് ഷോ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അതുകൂടെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോരാമെന്ന് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, പിന്നെ പട്ടായ ബീച്ച്, പിന്നെ വാക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ പോകാമെന്നാണ് ഇന്ന് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ട്രാവൽ ഏജൻസിയും അങ്ങനെ ടൂർ പാക്കേജും ഒന്നും എടുക്കാതെ തനിയെ പോയ കാരണം നമ്മൾ തന്നെയാണ് സ്കെഡ്യൂൾ ചെയ്യുന്നത് ഏതൊക്കെ ദിവസം എവിടേക്ക് എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായൊരു എലിഫൻറ്റ് ഷോയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എലിഫൻറ്റ് വാറാണ്, അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എലിഫൻറ്റ് ഷോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇഷ്ടമാവും. കാരണം ഇത്രയും എങ്ങനെയാണ് അവരിങ്ങനെ ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണേന്ന് തോന്നും. ഈവൻ പടം വരക്കുന്നവരെ ഉണ്ട്. ആന പടം വരക്കുന്നത് പോലും നമ്മുടെ മുന്നിൽ വെച്ച് പടം വരക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എങ്ങനെ ഇവരിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കണമെന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും. ഉപദ്രവിച്ചിട്ടാവും ട്രെയിൻ ചെയ്യിപ്പിക്കണേ, പക്ഷേ ഫുട്ബോൾ കളിക്കുന്നു, ബാസ്കറ്റ് ബോൾ കളിക്കുന്നു, പടം വരക്കുന്നു, ഡാൻസ് കളിക്കുന്നു. നല്ലതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ലതായിരുന്നു. കുറേ സമയമായിട്ട് ഞങ്ങൾ ആനക്ക് പഴം കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഇത് അവിടെ പഴം കൊണ്ട് ഒരാൾ പോകുന്നുണ്ട്. 50 ബാത്താണ് ഒരു ബഞ്ച് ഓഫ് പഴം മേടിക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ട് എല്ലാവരും മേടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും കൊടുത്തു. അപ്പം അതൊക്കെ പിന്നെ ഞാൻ ഇന്ന് എലിഫൻറ്റ് ഷോ കാണാൻ പോയതും ഈ ഗാർഡൻ കാണാൻ പോയതും മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോണ പോലെ തോന്നി. ഇന്ന് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഗാർഡനിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ തിരിച്ച് ടാക്സി എടുത്ത് തിരിച്ച് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോയി. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി പിന്നെ അത് കണ്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഹോട്ടലിലേക്ക് പോവുക ചെയ്തത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ വാക്കിംഗ് സ്ട്രീറ്റ്, പട്ടായ ബീച്ച്, സൺസെറ്റൊക്കെ കണ്ട് സ്ട്രീറ്റിലൊക്കെ പോയി സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു വന്നത്. പക്ഷെ അതൊന്നും എല്ലാം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാം കൂടെ ഇതായി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും. കാണുന്നവർക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ട് ഞാനിപ്പം ഇത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. പിന്നെ എനിക്ക് തായ്ലൻഡിൽ പോയ സമയത്ത് അങ്ങനെ വ്ളോഗ് ചെയ്യണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ഫോണിങ്ങനെ നേരെ പിടിച്ചിട്ടാണ് ഞാൻ കൂടുതലും വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത്.
പിന്നെ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതൊക്കെ എനിക്കൊന്ന് ജേർണൽ ചെയ്യണം. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ ഇടുന്നത്. അപ്പം എനിക്കപ്പം അതുകൊണ്ട് കുറേ ഈ വീഡിയോസിൽ എൻ്റെ ഇപ്പോഴത്തെ ഈ വീഡിയോസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇങ്ങനെ എല്ലാ വീഡിയോസ് എടുക്കണ്ടേ, ഇങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടല്ല വീഡിയോസ് എടുക്കണ്ടേ എന്നുള്ളത്. ഞാൻ ആ സമയത്ത് എനിക്കിഷ്ടം തോന്നിയ കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. അന്ന് എനിക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് യൂട്യൂബിലിടണമെന്ന്. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫോർഗീവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി നെക്സ്റ്റ് വീഡിയോസൊക്കെ ഞാനത് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ നോക്കും. അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തിൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പോയതൊന്നും അത് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് ഭയങ്കര ലോങ് ആയി പോകും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you everyone. Thank you so much. Bye bye.